കാത്തു നിൽക്കുകയാണ് ആരാധകർ. അപ്പോൾ വരവേൽക്കാനുള്ള ആഘോഷങ്ങളൊക്കെ പതുക്കെ തുടങ്ങിക്കഴിഞ്ഞു. മോഹൻലാൽ ആരാധകർ ഫുൾ ഫോമിലാണ്. മോഹൻലാൽ ഫാൻസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചുമൊക്കെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. ഇന്ന് 24 ഇനി വെറും 2 ദിവസം. മാർച്ച് 27 രാവിലെയാണ് എമ്പുരാൻ റിലീസിനെത്തുന്നത്. റിലീസിന് തലേന്ന് വൈകുന്നേരം 6 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന തിയേറ്ററുകളുടെ ഒക്കെ മുന്നിൽ മോഹൻലാൽ ഫാൻസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DJ ആഘോഷങ്ങളൊക്കെ നടത്താനാണ് ഈ ഫാൻസ് സംഘടനകളുടെയൊക്കെ തീരുമാനം. ഇനി IPL വിശേഷങ്ങൾ. IPL-ൽ ഇന്നലെ ആവേശകരമായ പോരാട്ടമായിരുന്നു. ഇന്നലത്തെ 2ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് സൂപ്പർ ജയം നേടി. 4 വിക്കറ്റിനാണ് മുംബൈയെ ചെന്നൈ തകർത്തത്. 156 വിജയലക്ഷ്യം അവസാന ഓവറിൽ ചെന്നൈ മറികടന്നു. ചെന്നൈക്കായി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും രചൻ രവീന്ദ്രയും അർദ്ധ സെഞ്ചുറി നേടി. മുംബൈക്കായി IPL-ലെ ആദ്യ മത്സരത്തിന് ഇറങ്ങിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ 3 വിക്കറ്റ് വീഴ്ത്തി. ഇന്നലെ ഒരു താരോദയമായിരുന്നു വിഘ്നേഷ് പുത്തൂർ. ചെപ്പോക്കിൽ ചെന്നൈ ആരാധകരുടെ പോലും കയ്യടി വാങ്ങി. മുംബൈയുടെ താരമാണെങ്കിലും ചെന്നൈ ഫാൻസ് പോലും കൈയടിച്ചു പോയി വിഘ്നേഷിന് വേണ്ടി. 24-കാരനായ ലെഗ് സ്പിന്നറാണിപ്പോൾ ഗൂഗിളിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ളത്. മത്സരത്തിൽ 3 വിക്കറ്റുകൾ നേടി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും ചെന്നൈ താരം മഹേന്ദ്ര സിംഗ് ധോണിയുടെയും കണ്ണിലുടക്കിയ വിഘ്നേഷ് ആരാണ്? ഈ മലയാളി നിലവിൽ ഇന്ത്യൻ സെർച്ച് ലിസ്റ്റ് അങ്ങനെ കീഴടക്കിയിരിക്കുന്നു. അർദ്ധ സെഞ്ചുറിയിൽ നിൽക്കുന്ന ഋതുരാജ് ഗെയ്ക്വാദിനെ പുറത്താക്കിയപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് നോക്കി. പിന്നാലെ ശിവം ദൂബെയും കൂടി പുറത്താക്കിയതിനു ശേഷം ഒന്ന് നോട്ടമിട്ടു. മൂന്നാമത് ദീപക് ഹൂഡയും കൂടെ പുറത്താക്കിയതിനു ശേഷം ചെക്കൻ കയറി കൊളുത്തി. സോഷ്യൽ മീഡിയയിൽ വിഘ്നേഷ് പുത്തൂറിനെ സെർച്ച് ചെയ്തിരിക്കുകയാണ് ആളുകൾ എല്ലാവരും. ആരാണ് ഈ 24-കാരനായ മലപ്പുറംകാരൻ? കേരളത്തിൽ നിന്നും വന്ന് മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് എത്തിയ ആ വിഘ്നേഷ് പുത്തൂർ ആരാണ് എന്ന് തിരയുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ആദ്യ ഇന്നിംഗ്സിൽ മുംബൈ ഇന്ത്യൻസ് 154 റൺസ് ഹോസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നാലെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നതാണ് വിഘ്നേഷ് പുത്തൂർ. അതും രോഹിത് ശർമ്മയ്ക്ക് പകരമായി. വിഘ്നേഷ് പുത്തൂറിന്റെ ആദ്യ ഓവറിലാണ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പുറത്താകുന്നത്. 2ാമത്തെ ഓവറിൽ ശിവം ദൂബെയും പുറത്താക്കി. 3ാമത്തെ ഓവറിൽ ദീപക് ഹൂഡയും വിഘ്നേഷ് പുത്തൂർ പുറത്താക്കി. ആരാണ് വിഘ്നേഷ് പുത്തൂർ എന്ന മലപ്പുറംകാരൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. KCL-ൽ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന് വേണ്ടിയിട്ടായിരുന്നു വിഘ്നേഷ് പുത്തൂർ കളിച്ചിരുന്നത്. വെറും 3 മത്സരങ്ങളിൽ മാത്രം കളിച്ച് 2 വിക്കറ്റുകൾ മാത്രം സ്വന്തമാക്കി. അച്ഛൻ ഒരു ഓട്ടോറിക്ഷക്കാരൻ, അമ്മ ഒരു ഹൗസ് വൈഫ്. IPL-ൽ ലേലം നടക്കുന്ന സമയത്ത് പോലും വിഘ്നേഷിന് തന്നെ ഒരു ഫ്രാഞ്ചൈസും ടീമിൽ എടുക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്ന് TV പോലും അടച്ചു പോയിരുന്നപ്പോഴാണ് മുംബൈ ഇന്ത്യൻസ് തന്നെ ബേസ് പ്രൈസായ 30 ലക്ഷം രൂപയ്ക്ക് നിന്ന് എടുത്തതായി വിഘ്നേഷ് പുത്തൂർ മനസ്സിലാക്കുന്നത്. കേരള സീനിയർ ടീമിൽ ഒരു തവണ പോലും വിഘ്നേഷ് പുത്തൂർ കളിച്ചിട്ടില്ല. കളിച്ചതാവട്ടെ അണ്ടർ 14-ലും അണ്ടർ 19-ലുമാണ്. അതിൽ നിന്നാണ് മുംബൈ ഇന്ത്യൻസ് വിഘ്നേഷിനെ എടുക്കുന്നത്. ലെഗ് സ്പിൻ, ഗൂഗിളി എല്ലാം തന്നെ ആ ചൈനാമാൻ വേർഷനിൽ നിന്ന് വിഘ്നേഷ് പുത്തൂർ പുറത്തെടുത്തു. പിന്നാലെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി ഇമ്പാക്ട് പ്ലെയറായി വിഘ്നേഷ് പുത്തൂർ എത്തുമ്പോഴേക്കും അധികം ആളുകളൊന്നും വിഘ്നേഷ് ഗംഭീരമായൊരു പ്രകടനം കാഴ്ചവെക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വിഘ്നേഷിന്റെ 3 വിക്കറ്റ് പ്രകടനം. മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും മുംബൈക്ക് ആധിപത്യം സ്ഥാപിച്ചില്ല എന്ന് പറയാമെങ്കിൽ പോലും മുംബൈക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു വിഘ്നേഷ് പുത്തൂറിന്റെ പ്രകടനം. തുടർന്നുള്ള മത്സരങ്ങളിലും മുംബൈക്ക് വേണ്ടി വിഘ്നേഷ് കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം അത്രമാത്രം ഇമ്പാക്റ്റ് ആയിരുന്നു വിഘ്നേഷ് ഉണ്ടാക്കിയത്. ആ ഇമ്പാക്റ്റ് എങ്ങനെയായിരുന്നു എന്നല്ലേ, 3 വിക്കറ്റ് എടുത്തത് കൊണ്ട് മാത്രമല്ല, മത്സരത്തിന് ശേഷം മഹേന്ദ്ര സിംഗ് ധോണി വന്ന് വിഘ്നേഷ് പുത്തൂരിനോട് സംസാരിക്കുന്നതിലൂടെ അക്കാര്യം വ്യക്തമായി. വിഘ്നേഷ് ആളുകളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അറിയേണ്ടവരുടെ കണ്ണിൽ വിഘ്നേഷ് പുത്തൂർ ഒരൊറ്റ മത്സരം കൊണ്ട് കയറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി തുടർന്നുള്ള മത്സരങ്ങളിൽ പോലും വിഘ്നേഷ് പുത്തൂറിന് കളിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. തന്റെ ഐഡലായി കാണുന്ന കുൽദീപ് യാദവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഏകദേശം അതേ ആക്ഷനിൽ തന്നെയാണ് വിഘ്നേഷ് പുത്തൂരും പന്തെറിയുന്നത്. കാത്തിരിക്കാം തുടർന്നുള്ള മുംബൈ ഇന്ത്യൻസ് മത്സരങ്ങളിലും വിഘ്നേഷ് പുത്തൂർ ഉണ്ടാക്കാൻ പോകുന്ന മാജിക്. ഇന്നലെ ചെപ്പോക്കിലുണ്ടായ താരോദയം മലയാളികളുടെ അഭിമാനം. നമുക്ക് മറ്റൊരു സഞ്ജീവൻ